ദൈവവചനം ധ്യാനിക്കാൻ നമ്മൾ പോവുകയാണ്. ഒരു നിമിഷം അതിനു മുന്നമേ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ വചനത്തിൽ നിന്നും ആഴമേറിയ സത്യങ്ങൾ ഞങ്ങളെ നീ അറിയിക്കണം. ഞങ്ങൾക്ക് അനുഗ്രഹമാകണം, തിരുനാമത്തിന് മഹത്വമാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസോടുകൂടെ അത് ചെയ്യുവാൻ അടിയനെ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടനായിട്ട് നന്ദി, യേശുവിൻ പൊന്നു നാമത്തിൽ തന്നെ. ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രാജകീയ ന്യായപ്രമാണം, ദ റോയൽ ലോ. നമ്മൾ ഈ ആഴ്ചയുടെ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് തന്നെ നമ്മൾ മലേഷ്യക്ക് ഒരു പിക്നിക്കിനൊക്കെ പോകുന്നുണ്ട്. ഇനിയും പേര് കൊടുക്കാത്ത വരാൻ താല്പര്യമുള്ളവർക്ക് സൗകര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വിചാരിച്ചു ഈ 2 ആഴ്ചകളിലും അതുപോലെ തന്നെ ഞാൻ കേട്ടു അവിടെ ഉള്ള ദിവസങ്ങളിൽ ഒരു ഈവനിങ്ങിൽ ഒരു ചെറിയ ഡിവോഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ഒരു സമയം നമുക്ക് തീം നമ്മുടെ ഇതാണ് ദ റോയൽ ലോ, രാജകീയ ന്യായപ്രമാണം. ഞാൻ മറന്നുപോയി, ചില ആഴ്ചകൾക്ക് ശേഷമാണ് ബ്ലെസ് ഈസ്റ്റർ നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. യാത്രയിലെല്ലാം കർത്താവ് കൂടെ ഇരുന്നു. സന്തോഷത്തോടെ ആയിരിക്കാനും ഒരുമിച്ചായിരിക്കാനും കർത്താവ് കൃപ ചെയ്തല്ലോ. ദൈവത്തിന് തന്നെ മഹത്വം കരയറ്റുകയാണ്. ഇത് രാജകീയ ന്യായപ്രമാണം നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് ആസ്പദമാക്കി, ആ ലേഖനം മൊത്തമായിട്ട് 5 അധ്യായമേ ഉള്ളൂ. അത് നിന്നും പറയുവാനും നമുക്ക് ചിന്തിക്കുവാനും ഒരുമിച്ച് ചിന്തിക്കുവാനും താല്പര്യപ്പെടുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ പ്രത്യേകത അത് യേശുവിൻ്റെ സ്വന്തം സഹോദരൻ ആണ് ഈ ലേഖനം എഴുതിയ യാക്കോബ്. ആദ്യം വിശ്വസിക്കാതെ ഇരുന്ന യാക്കോബ് യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ യേശു യാക്കോബിനും പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വിശ്വസിക്കുകയും പിന്നീട് അവിടുത്തെ ചർച്ചിൻ്റെ ആദ്യത്തെ ലീഡർ പത്രോസ് കൂടെ ഉണ്ടെങ്കിൽ തന്നെയും അംഗീകരിച്ചിരുന്ന ഒരു ലീഡറായിട്ട് യാക്കോബ് ജെയിംസ് വരുവാനിടയായിത്തീർന്നു. അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ആദ്യത്തെ പുതിയ നിയമ പുസ്തകം, ആദ്യത്തെ ബൈബിൾ, എല്ലാം ബൈബിളാണ് എങ്കിലും ആദ്യത്തെ പുതിയ നിയമ പുസ്തകം എഴുതിയത് യാക്കോബിൻ്റെ ലേഖനമാണ്. നമ്മൾ വിചാരിക്കും മത്തായിയുടെ സുവിശേഷമാണെന്ന്. അല്ല, അത് അറേഞ്ച് ചെയ്തപ്പോൾ മത്തായിയുടെ സുവിശേഷങ്ങൾ വെച്ചു, ആക്ട്സ് വെച്ചു, പിന്നെ ലേഖനങ്ങൾ വെച്ചു. എന്നാലേ കാലങ്ങൾ നോക്കിയാൽ ഏറ്റവും ആദ്യം എഴുതപ്പെട്ടത് യാക്കോബിൻ്റെ ലേഖനമാണ്. AD 44-നും 49-നും ഇടയ്ക്കാണ് അത് എഴുതിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ന്യൂ ടെസ്റ്റ്മെൻ്റ് പുസ്തകമാണ് യാക്കോബിൻ്റെ ലേഖനം. അതുകൊണ്ട് നമ്മളത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഞാനും നിങ്ങളും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിന് മുന്നത്തെ പുസ്തകം വായിക്കുവാനോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ്, നമുക്കിന്ന് ഡെയിലി ബ്രെഡൊക്കെ ഉണ്ടല്ലേ, അന്ന് മെഡിറ്റേറ്റ് ചെയ്യുവാനോ ധ്യാനിക്കുവാനോ ഒക്കെ എന്താണുള്ളതെന്നറിയാമോ? 450 വർഷം മുന്നേ എഴുതിയ മലാക്കി പുസ്തകമാണ് ഏറ്റവും ഒടുവിലത്തെ ദൈവവചനമായിട്ട് അവർക്കുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ ആ സമയത്താണ്, വേറെ ആരും ഒന്നും എഴുതിയിട്ടില്ല. എന്നാൽ എഴുതുവാൻ പ്രചോദനമായത് ഒരു പക്ഷേ യേശുവിനെ പോലെ തന്നെ യാക്കോബും എഡ്യൂക്കേറ്റഡ് ആയിരിക്കും. അതെ, മാതാപിതാക്കൾ അവരെ അങ്ങനെ കാണണം. യേശുവാണ് മൂത്ത സഹോദരൻ, പിന്നീട് യാക്കോബ്, യൂദ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ആദ്യമായിട്ട് ഒരു ലേഖനം എഴുതുന്നത് അല്ലെങ്കിൽ ഒരു ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബുക്ക് എഴുതുന്നത് യാക്കോബാണ്. അവിടെ എഴുതിയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ആർക്കാണ് എഴുതിയിരിക്കുന്നത്? ഏതെങ്കിലും സഭയ്ക്കാണോ യാക്കോബിൻ്റെ ലേഖനം എഴുതിയിരിക്കുന്നത്? അല്ല, ചിതറപ്പെട്ട 12 ഗോത്രങ്ങൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞാണ് അപ്പോസ്തലനായിരുന്ന യാക്കോബ് ആ ലേഖനം എഴുതുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ വായിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്നത് എന്തിനെ ബേസ്ഡ് ചെയ്തിട്ടാണ്? നമുക്കറിയാം, ദൈവവചനം മുഴുവനും ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ ആത്മനിയോഗം പ്രാപിച്ച് ദൈവത്തിൽ നിന്നും കേട്ട് എഴുതിയതാണ്, നമുക്ക് അറിയാം. എന്നാൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? അതായത്
യേശുവിൻ്റെ ജീവിതം, ജനനം, ശുശ്രൂഷ, അല്ലേ, ജീവിതം, അതുപോലെ തന്നെ മരണം, ഉയിർത്തെഴുന്നേൽപ്പ്, ഇതെല്ലാം ആ സംഭവം ആ കഴിഞ്ഞ 44 വർഷം, അതിൽ 30 മുതലാണ് യേശുവിൻ്റെ AD 30 മുതലാണ് യേശുവിൻ്റെ പബ്ലിക് മിനിസ്ട്രി വരുന്നത്. അപ്പോൾ 30 മുതൽ 14 വർഷം കൊണ്ട് ഉണ്ടായ സംഭവങ്ങളുടെ അറിവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും വെച്ചുകൊണ്ടാണ് യാക്കോബ് ലേഖനം എഴുതുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും അങ്ങനെ എഴുതിയത് എന്താണ് അതിൻ്റെ കാതൽ? അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ടൈം, ഇന്നും അതുപോലെ തന്നെ അടുത്ത സൺഡേ നമ്മൾ മലേഷ്യയിൽ വെച്ചാണ് ആരാധന. ആ ആരാധനയിലും നമുക്ക് 2 നൈറ്റ് ഡിവോഷൻ സമയമുണ്ടെന്ന് പറഞ്ഞു. കുറച്ച് സമയമാണെങ്കിലും ഈ ഒരു ബുക്ക് അതൊന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുവാനും അതിലെ കണ്ടൻസ് എന്തെന്ന് മനസ്സിലാക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ആദ്യത്തെ ലോ നമുക്കറിയാം. ആ ലോ എഴുതിയിരിക്കുന്നത് മോറൽ ലോ, അതല്ലേ? ആദ്യത്തെ പഴയ നിയമ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ മോറൽ ലോ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാത്രവുമല്ല അതിനെ സെറിമോണിയൽ ലോ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. മാത്രവുമല്ല സിവിൽ ലോ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ നാഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ലോ. മോറൽ ലോ, അവർ എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളത്. സെറിമോണിയൽ ലോ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം കാര്യങ്ങൾ അടക്കം ചിട്ടയോടുകൂടെ ചെയ്യേണ്ടത്. ഇതെല്ലാം ചേർന്നതാണ് പഴയ നിയമ പുസ്തകം. ആധാരമായി നമുക്ക് ഇന്നത്തെ മെസ്സേജിന് ആധാരമായിട്ട് തന്നെ ഒരു വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഒന്നുകൂടെ മൈക്കിൻ്റെ ശബ്ദത്തിൽ വായിച്ചാട്ടെ. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന്. ഇത് ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വേണം നിങ്ങളിത് വായിക്കാനായിട്ട്. അവിടെ വെച്ച് അതുവരെയും ന്യായപ്രമാണങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത്, ന്യായപ്രമാണം ഉണ്ട്, 450ഓളം വർഷങ്ങൾക്ക് മുന്നമേ എഴുതിയ പഴയ നിയമമുണ്ട്. അത് കഴിഞ്ഞ് യാക്കോബ് എഴുതാൻ തുടങ്ങുകയാണ്. എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം ഇവിടെ പറയുന്നതാണ്, ആ 2-ാം അധ്യായത്തിൻ്റെ ആദ്യമല്ല, നമുക്ക് ആ ഒരു ഒറ്റ ലേഖനമാണല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് എന്ത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്ത് ഒത്തവണ്ണം രാജകീയ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നല്ലത് എന്ന് പറയുകയാണ്. സ്തോത്രം. ഈ ഇപ്പോഴത്തെ നിയമം, പുതിയ നിയമം, ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമത്തെ നമ്മൾ പറയുന്നത് മോറൽ ലോ എന്ന് പറയാം, അതുപോലെ തന്നെ സെറിമോണിയൽ ലോ എന്ന് പറയാം, സിവിൽ ലോ എന്ന് പറയാം. എന്നാൽ പുതിയ നിയമത്തെ നമ്മൾ പറയുന്നത്, യാക്കോബ് തന്നെ അതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഈ ന്യായപ്രമാണത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ലോ. അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ലോ ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം. ഈ ന്യായപ്രമാണത്തെ വിളിക്കുന്നത് ദ ലോ ഓഫ് ലിബർട്ടി, അല്ലേ? പറഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ പെർഫെക്റ്റ് ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നതിൽ താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ എന്തുകൊണ്ടാണ് ഇതിനെ രാജകീയ ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രമാണം അല്ലെങ്കിൽ പെർഫെക്റ്റ് ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രമാണം ഞാൻ പറഞ്ഞല്ലോ, അന്നേരം ആ സമയത്ത് വേറെ ഒന്നും എഴുതിയിട്ടില്ല, എഴുതാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്നാൽ ഈ എഴുതുന്നതും ബാക്കി 26 പുസ്തകങ്ങളും ചേർന്നതാണ് ലോ ഓഫ് ലിബർട്ടി, ലോ, ദ പെർഫെക്റ്റ് ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നേരത്തെ പറയുകയാണ്, വിളിക്കുകയാണ്, എഴുതാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ ലോയ്ക്ക് പേരിടുകയാണ്, ഇത് ലോ ഓഫ് ലിബർട്ടി. ഹല്ലേലൂയ. അങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ലോ ഓഫ് പെർഫെക്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ലിബർട്ടി എന്ന് പറയാൻ കാരണം ഇത് യേശു ക്രിസ്തു ഫുൾഫിൽ ചെയ്തതും
അതുപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്തതുമായ ഒരു ലോ ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് ആൻഡ് എന്താ പറയുക, സ്വാതന്ത്ര്യത്തിൻ്റെ അതുപോലെ തന്നെ ലിബർട്ടിയുടെ ഒരു ന്യായപ്രമാണമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. നാം എത്ര ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. അപ്പോൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീഡം എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടുത്തെ ഫ്രീഡം എന്ന് പറയുന്നത് ലീവ് റൈറ്റ്ലി ബിഫോർ ഗാഡ് അക്കോർഡിംഗ് ടു വാട്ട് ഓർ അക്കോർഡിംഗ് ടു ദ പർപ്പസ് that he designed us. ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ അവസ്ഥയിൽ നമുക്ക് ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആ ന്യായപ്രമാണം തന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ന്യായപ്രമാണം ആയതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് ലിബർട്ടി എന്ന് വിളിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തിനു വേണ്ടി സ്വാതന്ത്ര്യമുണ്ട്? നമുക്ക് ദൈവത്തെ, അവൻ എന്തിനു വേണ്ടിയാണോ എന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിനൊത്തവണ്ണം ജീവിക്കുവാൻ തക്കവണ്ണം സ്വാതന്ത്ര്യമുണ്ട്. ആ ലോ അത് പെർഫെക്റ്റഡ് അല്ലെങ്കിൽ ഫുൾഫിൽഡ് ബൈ ലോർഡ് ജീസസ് ഹിംസെൽഫ്. യേശുവിനാൽ തന്നെ അത് ഫുൾഫിൽ ചെയ്തു, അതിനെ പൂർത്തീകരിക്കപ്പെട്ടു. മാത്രവുമല്ല അത് ട്രാൻസ്ഫോം ചെയ്തതാണ്. ആ ലോയാണ് എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്നത്. അത് നമ്മൾ വായിക്കുന്ന ഇറ്റ് ഈസ് യു ഹേർഡ്, നിങ്ങൾ കേട്ടിരിക്കുന്ന, നിങ്ങൾ അല്ലെ ന്യായപ്രമാണം ഉറ്റു നോക്കി നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല. എന്തുകൊണ്ടാ കേട്ട്? കാരണം അതുവരെ എഴുതിയിട്ടില്ല. വായിച്ച് മറക്കാതിരിക്കാൻ അവർക്ക് അതുവരെ ഒരു ന്യായപ്രമാണം പുതിയതായി കിട്ടിയിട്ടില്ല. അവർക്ക് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യാക്കോബ് പറയുകയാണ്, അത് കേട്ടത് നിങ്ങൾ മറക്കരുത്. നിങ്ങളത് പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ ആയിരിക്കണം. സ്തോത്രം. കേൾക്കുക മാത്രമല്ല, ചിലപ്പോൾ ഇതുപോലെയൊക്കെ യേശു പറഞ്ഞപ്പോഴോ അപ്പസ്തോലന്മാർ പറഞ്ഞപ്പോഴൊക്കെ അവർ കുറിച്ച് വെച്ച് കാണുമോ നമുക്കറിയത്തില്ല, ഉണ്ടാകാം. എന്നാൽ കേട്ട ഈ ന്യായപ്രമാണം അവർ എന്ത് ചെയ്തു? അതിനെ അതുപോലെ റിസീവ് ചെയ്തു. എന്നിട്ട് അത് ഇറ്റ് ഈസ് ഇംപ്ലാന്റഡ്, അവരുടെ ഉള്ളിൽ അത് വിതയ്ക്കപ്പെട്ടു. എന്നിട്ട് അത് വളരുവാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ലോ, അത് ലോ എന്ന് പറയുമ്പോൾ, ഈ പെർഫെക്റ്റ് ലോ എന്ന് പറയുമ്പോൾ യേശു ഫുൾഫിൽ ചെയ്തു. അതുപോലെ തന്നെ അത് ട്രാൻസ്ഫോർമേഷൻ്റെ ലോ ആണെന്ന് മാത്രമല്ല, അത് പ്രാക്ടിക്കലായിട്ട് ജനങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫോമിങ് ദ പീപ്പിൾ. ഹല്ലേലൂയ. കഴിഞ്ഞ 14 വർഷം, AD 30 മുതൽ AD 44 വരെ അത് ജനജീവിതങ്ങളിൽ ഇത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം കേട്ട വചനം അവരുടെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്ത് അവരത് നല്ലപോലെ റിസീവ് ചെയ്തു. സൗമ്യതയോടെ, ഇതെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. സൗമ്യതയോടെ അത് റിസീവ് ചെയ്ത് എന്ത് ചെയ്തു? അത് ഇംപ്ലാന്റഡ്, അത് വിത്ത് വിതച്ചതുപോലെ അതിനെ നട്ടു ഹൃദയങ്ങളിൽ. അതുകൊണ്ട് തക്ക സമയത്ത് അത് ബലം പുറപ്പെടുവിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചെയ്താൽ നല്ലത് എന്നാണ് ഇവിടെ യാക്കോബ്, ആരാണ്? യേശുവിൻ്റെ സഹോദരൻ. ആദ്യം വിശ്വസിച്ചില്ല, എന്നാൽ പിന്നീട് യേശുവിൽ വിശ്വസിച്ച ആദ്യത്തെ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൈറ്റർ അവിടെ പറയുകയാണ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. സ്തോത്രം. ഇവിടെ നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവർ കേട്ടു, അവർ ഉള്ളിൽ ഉൾക്കൊണ്ടു, അവരത് വേണ്ടതുപോലെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 14 വർഷം എന്ന് പറയുന്നത് പീഡനത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കരച്ചിലിൻ്റെയും സമയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ യാക്കോബ് എഴുതുന്നത്, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കുമായിട്ട് ഞാനിത് എഴുതുന്നു. അതിൻ്റെ മധ്യത്തിലാണ് അവർ കേട്ട വചനങ്ങൾ അത് ഹൃദയത്തിൽ റിസീവ് ചെയ്ത് ഇംപ്ലാന്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് അവർ ജീവിച്ച് കഴിഞ്ഞ 14 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാക്കോബ് പറയുകയാണ്, ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്, ഇത് പെർഫെക്റ്റ് നിയമമാണെന്ന്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ്. ഹല്ലേലൂയ. ആ നിയമമായി എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്.
അവിടെ പറയുന്നുണ്ട് നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ അനാഥരെ അല്ലേ, ഓർഫൻസിനെ പോയി വിസിറ്റ് ചെയ്യണം, വിധവമാരെ കാണണം എന്ന് പറയുന്നത് എന്താ കാരണം എന്നറിയാമോ? when they were scattered and they've been persecuted, lot of people died. അവരുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്നവരെ കാണണമെന്ന് ആദ്യത്തെ ബൈബിൾ എഴുതുമ്പോഴത്തെ സാഹചര്യമാ. എന്നാൽ ആ സമയത്ത് ഹല്ലേലൂയ അവർ കേട്ട ദൈവവചനം അത് അതുപോലെ സ്വീകരിച്ച് ഹൃദയത്തിൽ ഇംപ്ലാന്റ് ചെയ്ത് ജീവിച്ച് പ്രൂവ് ചെയ്ത ഒരു ലോയാണ് എനിക്കും നിങ്ങൾക്കും ഇന്ന് നൽകപ്പെട്ടിരിക്കുന്നത്. വി ആർ റെസ്പോൺസിബിൾ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോ എന്ന് പറയുന്നത് ഈസ് എ പെർഫെക്റ്റ് ലോ ആൻഡ് ഇറ്റ് ഇസ് ദ ലോ ഓഫ് ലിബർട്ടി. ക്രിസ്തു അല്ലെങ്കിൽ ദൈവം എന്തിനു വേണ്ടിയാണോ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൻ്റെതായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ലോ ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളത് മനസ്സിലാക്കി ഹല്ലേലൂയ അതുപോലെ വേണം ജീവിക്കുവാനായിട്ട്. ഇത് എവിടെയാണ് കുരുത്തത്? നമ്മൾ പറയാറുണ്ടല്ലോ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ? ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഹാസ് ബീൻ ടെമ്പേർഡ് ഇൻ ഫയർ വോണ്ട് ബി വീക്കൻഡ് ബൈ സൺ. അല്ലേ? അതായത് തീയിൽ നല്ലപോലെ ടെമ്പർ ചെയ്ത് എടുത്തത് വെയിലത്ത് അത് വാടിപ്പോകത്തില്ല. ഇത് ഏത് സമയത്തും കർത്താവ് വരുവോളം ഏത് സാഹചര്യങ്ങളിലും ഹല്ലേലൂയ നമ്മെ സ്വതന്ത്രരാക്കുകയും നമ്മെ പെർഫെക്റ്റ് ആക്കുകയും ചെയ്യുന്ന ഒരു ലോ എൻ്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്. ഹല്ലേലൂയ അത് ജീവിതത്തിൽ ഇംപ്ലാന്റ് ചെയ്ത് അത് വളർത്തിയെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് വന്നിട്ട് ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് അല്ലെങ്കിൽ പ്യുവർലി ഫൗണ്ടഡ് ഓൺ ഫെയ്ത്ത്. അന്ന് അവർക്ക് അത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് വിശ്വാസം മാത്രമേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും അതില്ല ഇതില്ല അല്ലേ? ഇന്ന് എന്തെങ്കിലും കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പറയും സാരമില്ല, ഇതിപ്പം മാറും, ഇത് അതിന് മാറ്റം. പിന്നെ കുറേ പ്രോഫസി വരും. പിന്നെ കുറേ നമ്മളെ കംഫർട്ട് ചെയ്യുക. അങ്ങനെ ഉരുവാക്കിയെടുത്ത ഒരു ലോ അല്ല ഈ ലോ ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറയുന്നേ? ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 1-ാം അധ്യായത്തിന്റെ യാക്കോബ് 1-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങൾ വായിച്ചോട്ടെ. എൻ്റെ സഹോദരന്മാരെ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ എൻ്റെ സഹോദരന്മാരെ വളരെ സ്നേഹത്തോടെയാ അപ്പോസ്തലനായിരുന്ന യാക്കോബ് ഇത് പറയുന്നത്. എൻ്റെ സഹോദരന്മാരെ. ആരാണ് സഹോദരൻ? യേശു തൻ്റെ സഹോദരനാണേ. യേശുവിൻ്റെ സഹോദരൻ പറയുകയാണ് എൻ്റെ സഹോദരന്മാരെ. ഈ യാക്കോബിൻ്റെ ലേഖനം 5 അധ്യായത്തിൽ 15 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ, സഹോദരന്മാരെ, സഹോദരന്മാരെ. അത്ര സ്നേഹത്തിലാണ് പറയുന്നത്. വായിച്ചോ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന നമ്മൾ വിചാരിക്കുന്നത് എവിടെയാ നല്ല ഒരു പ്രോഫസി കിട്ടുക അല്ലേ? നമ്മളതല്ലേ ചെയ്യുന്നേ. ഭയങ്കര പ്രശ്നത്തിലൂടെ കടന്നു പോവുക. നമ്മൾ ആദ്യം നോക്കുന്നത് പേര് കേട്ട ഒരു പ്രോഫറ്റിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഇതാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്നാൽ ദൈവവചനം അതല്ല ദൈവമക്കളെ. ദ ലോ ഓഫ് ലിബർട്ടി ഈസ് നോട്ട് ദാറ്റ്. നമ്മുടെ വിശ്വാസത്തിന്മേൽ പണിതെടുത്തതാ. നമ്മൾ ക്രിസ്തീയ ജീവിതം അത് സന്തോഷത്തോടെ അനുഭവിക്കണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ബിൽഡ് അപ്പ് ഇൻ ഫെയ്ത്ത് ഓർ ഓൺ ഫെയ്ത്ത്. വായിച്ചോ. എന്താ പറയുക? നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വരുന്നുണ്ട്. അപ്പോൾ സ്ഥിരത ഉളവാക്കുന്നു. അത് അതിപ്പം മാറിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോഫറ്റിനെ കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ആലോചന പറഞ്ഞ് ഇത് അങ്ങ് മാറ്റിയാൽ മതി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യാക്കോബ് പറയുന്നത് നിനക്ക് ശോധന വരുന്നുണ്ടോ? വിശ്വാസത്തിൻ്റെ ശോധന, ട്രയൽസ് നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. അത് നിനക്ക് വേണ്ടി ദൈവം തന്നതാ. കാരണം എന്താണ്? അതിൽ നിന്ന് എന്തുണ്ടാകും? വിശ്വാസ സ്ഥിരത. നിനക്കുള്ള നമ്മെ പണിയുന്ന ഒരു ദൈവമായത്. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ അല്ലേ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. ഇന്നൊന്നും നമുക്ക് ഈ പാട്ട് പാടി അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകത്തില്ല.
എന്നാൽ അന്ന് അവർക്കത് അറിയാം. അവരോട് പറയുകയാണ്, നീ അനുഭവിക്കുന്നതുണ്ടല്ലോ, അത് എന്തിനാണെന്നറിയാമോ? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. അപ്പോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്ഥിരത ഉളവാക്കുന്നു. പിന്നീടോ സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. അശേഷം സന്തോഷമെന്ന് എണ്ണി ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോകുക. അടുത്തത്, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ. ഈ ടെസ്റ്റിംഗ് നടക്കുമ്പോഴാണ് പറയണത്, നിങ്ങൾക്ക് ഒന്നിലും കുറവില്ലാതെ എന്തോ ചെയ്യും? തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി അതിൽ തികഞ്ഞ പ്രവൃത്തി കാണട്ടെ എന്ന്. ഇന്ന് വിശ്വസിക്കുന്നവര് വിശ്വാസത്തിന്റെ പ്രവൃത്തി കാണണം എന്നൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്. അത് വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കഷ്ടങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ അനാഥരായിട്ട് അല്ലെങ്കിൽ വിധവമാരായിട്ട് അന്ന് ഓടി നടക്കുന്ന സമയം, പെർസിക്യൂഷൻ, ഭയത്താല് ഭീതിയാല് അങ്ങനെ നടക്കുമ്പോൾ പറയുക, നിന്റെ വിശ്വാസത്തിന്റെ പരിശോധന നിനക്ക് നല്ലതാ, സന്തോഷത്തോടെ നീ ഏറ്റുകൊള്ളണമെന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്നെ പണിതെടുത്ത് ഒരു നല്ല പൊന്നാക്കുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് ആലോചന ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. പലരും ദൈവം പൊന്നാക്കാൻ വേണ്ടി തുടങ്ങിയതാ, പക്ഷെ ഒരു പ്രോഫറ്റിന്റെ ആലോചന കേട്ടപ്പോൾ അതങ്ങ് മാറിപ്പോയി. പിന്നെ വേറെന്തൊക്കെയാ, പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ പോക്ക്. നമ്മൾ ദൈവവചനം ധ്യാനിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടും നമ്മൾ മുന്നോട്ട് പോകണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണമാണ്. കഷ്ടങ്ങളില്ലാതെ ഉള്ള ഒരു ജീവിതത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ദിസ് ഈസ് ദ പെർഫെക്റ്റ് ലോ, fulfilled and transformed by Jesus himself. അതുകൊണ്ട് ഇത് മുഴുവനും ഏറ്റെടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇവിടെ പറയുന്നു, നിങ്ങൾ എന്താകുന്നവരെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. തികഞ്ഞ പ്രവൃത്തി അത് ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ഫെയ്ത്ത് ഉണ്ട്. അതെന്ത് ചെയ്യും? എൻഡ്യൂറൻസ് ഉണ്ടാക്കും. എൻഡ്യൂറൻസ് വന്നു കഴിഞ്ഞാൽ അതെന്താക്കും? നമ്മളെ പെർഫെക്റ്റ് കംപ്ലീറ്റ് ആക്കും, നമ്മൾ ഒന്നിലും കുറവില്ലാത്തവരാക്കും. മാത്രവുമല്ല, ഹല്ലേലൂയ, അതെന്താണ്? അത് ചെയ്യുന്നവൻ അത് ബ്ലെസ്സഡ് ആയിരിക്കും. അല്ലെ, 1:25 പറഞ്ഞത് എങ്ങനെയാണ്? സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അവൻ he will be blessed. If you do this, you will be blessed. ഇനി മാത്രവുമല്ല, 1:12 എന്താ പറഞ്ഞിരിക്കുന്നത്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ. അല്ലാണ്ട് പരീക്ഷ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എങ്ങനെയും ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കില്ല. യെസ്, നമുക്ക് സമയം കിട്ടിയാൽ മേ ബി പറയാം. പരീക്ഷ എന്ന് പറയുന്ന 2 പദങ്ങൾ, പരീക്ഷ എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ 2 പരീക്ഷയുണ്ട്. വി വിൽ ട്രൈ ടു സീ ഇറ്റ് നെക്സ്റ്റ് ടൈം. അതായത് ഒന്ന് പരീക്ഷ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ട്രയൽസ്. എന്നാൽ ഒന്ന് പരീക്ഷ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ടെംപ്ടേഷൻ. ഈ ട്രയൽ എന്ന് പറയുന്നത് ദൈവം നമുക്ക് അനുവദിക്കുന്നതാണ്. ടെംപ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊള്ളരുതായ്മ കൊണ്ടാണ്. നമുക്കത് പിന്നീട് മനസ്സിലാക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഇവിടെ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, ഇത് പറയുന്നത് ട്രയൽസ്. സഹിക്കുന്ന മനുഷ്യൻ എന്താണെന്ന്? ഭാഗ്യവാൻ. ഈസ് ബ്ലെസ്ഡ് ബിക്കോസ് അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം. യേശു പറയും, നീ നന്നായി പ്രസംഗിച്ചത് കൊണ്ടല്ല, നീ പരീക്ഷ സഹിച്ചു, അതുകൊണ്ട് നീ കൊള്ളാം. അല്ല, ആരെങ്കിലും പറയുമോ അത്? ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രം ഗാഡ്, ഇറ്റ് ഈസ് അലൗഡ് ദാറ്റ് യു നീഡ് ടു ഗോ ത്രൂ. ബട്ട് നമ്മൾ പാടിയതുപോലെ നിന്നെ തകർക്കുവാനോ മുടിക്കുവാനോ അല്ല. ദ ഇന്റൻഷൻ ഈസ് നോട്ട് ഫോർ ദാറ്റ്. യു നീഡ് ടു ഗോ ത്രൂ ദാറ്റ് യു വിൽ ബിക്കം ലൈക്ക് എ ഗോൾഡ്. ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്നു, നിന്നെ എന്താക്കുന്ന പറഞ്ഞിരിക്കുന്നത്? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാകുന്നവനായി, അവൻ അപ്രൂവൽ ലഭിച്ച് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്തോത്രം. അവരെ കർത്താവ് സ്നേഹിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്നതാണ് എന്ത്? ക്രൗൺ ഓഫ് ലൈഫ്. എല്ലാവർക്കും കൂടെ അതിനോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ ഈ പരീക്ഷ സഹിക്കുന്നവരെ കൊള്ളാകുന്നവനായാൽ അവൻ ആ കർത്താവിനെ സ്നേഹിക്കുന്നവൻ അല്ലേ. അതുകൊണ്ടല്ലേ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന അല്ലേ. ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി പോകുന്ന ഒരു ആൾക്ക് ഒരു ട്രോഫി കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം? അത് ഗ്രാജുവേറ്റ് ആയി പോകുന്നത് കൊണ്ടാണ്. ഇതേ ട്രോഫി കൊടുക്കണമെങ്കിൽ വേറൊരാൾ എന്താകണം? ഗ്രാജുവേറ്റ് ആയി വരണം. ഇവിടെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ക്രൗൺ ഓഫ് ലൈഫ്, അത് ആർക്കാ കൊടുക്കുന്നത്? പരീക്ഷ സഹിച്ച് കൊള്ളാകുന്നവനാകുന്നവനാണ് കൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ചില പരീക്ഷയൊക്കെ ഉണ്ടാകും. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പം എല്ലാവരും പരീക്ഷയില്ലാതെ ജീവിക്കുന്നത് ഏറ്റവും ഭംഗിയാണ്. അതറിയാം. പരീക്ഷ വന്ന അപ്പോൾ പ്രശ്നമുണ്ട്, എവിടെയോ കുഴപ്പമുണ്ട്, അപ്പോൾ അത് അവിടെ ദുഷ്ടൻ, ഇവിടെ ആര്, ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. എനിക്കറിയാം ഇത് പരീക്ഷ, ഇത് ടെസ്റ്റിംഗ് ആണോ ടെംപ്ടേഷൻ ആണോ എന്നുള്ളത് അല്ലേ. വി ഷുഡ് നോ. വേറെ അടുത്തിരിക്കുന്നവന് അറിയത്തില്ല. ഭാര്യയ്ക്കും അറിയും, ഭർത്താവിനും അറിയത്തില്ലായിരിക്കും. ഇത് ടെംപ്ടേഷൻ ആണോ അല്ല ട്രയൽ ആണോ, അത് അനുഭവിക്കുന്നവന് മാത്രമേ അറിയത്തുള്ളൂ. ഇത് ട്രയൽ ആണോ അല്ല ടെംപ്ടേഷൻ അവനറിയാം, ദൈവത്തിനും അറിയാം. അതുകൊണ്ട് വളരെ നമ്മൾ അതിനെ വിവേചിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. രണ്ടിനും രണ്ട് മരുന്നാണ്. ട്രയൽസ് ആണെങ്കിൽ, ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ, വിശ്വാസത്തെ സ്ഥിരതയോടെ മുന്നേറി ഹല്ലേലൂയ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ കൊള്ളാകുന്നവനാകും. നമുക്ക് സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്നതായ ആ ക്രൗൺ ഓഫ് ലൈഫ് നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇത് പുതിയ വ്യക്തികളെ എന്ത് ചെയ്തു? ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഈ പെർഫെക്റ്റ് ലോ. ഇതുപോലത്തെ വ്യക്തികൾ, കാരണം 14 വർഷത്തിൻ്റെ ട്രയൽസിനുള്ളിൽ യേശു പറഞ്ഞതും പഠിപ്പിച്ചതും ശിഷ്യന്മാർ പഠിപ്പിച്ചതും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചെയ്തതുമായി പ്രവർത്തിച്ച് അവിടെ നിന്നും ഉരുവായ ഈ ന്യായപ്രമാണം അതനുസരിക്കുകയാണെങ്കിൽ യു വിൽ ബിക്കം എ ഡിഫറെന്റ് പേഴ്സൺ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ട്. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലം ആകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. വചനം എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. യാക്കോബിന്റെ ലേഖനം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ കേട്ടത് മുഴുവനുമുണ്ട്. പറയുകയാണ്, ഈ സത്യത്തിന്റെ വചനം അനുസരിച്ച് കഷ്ടങ്ങളുണ്ട്, ട്രയൽസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇത് വെച്ചാണ് നിങ്ങളെ പുതുക്കിയെടുക്കുന്നത്, നിങ്ങളെ പുതു സൃഷ്ടിയാക്കുന്നത്. ഇത് തീയിൽ കുരുത്തതാ, ഇത് വെയിലത്ത് വാടത്തില്ല. ഹല്ലേലൂയ. ഇതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിന്നെയും എന്നെയും മാറ്റിയെടുക്കും, ഒരു പുതിയ സൃഷ്ടിയാക്കും, ഒരു പുതിയ വ്യക്തിയാക്കും. അതുകൊണ്ട് പറയുകയാണ്, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടത്. ആദ്യഫലം, അതെങ്ങനെ ആദ്യഫലമാകുന്നത്? ദൈവത്തിന് ഇന്റൻഷൻ ഉണ്ട്. ഹി വാണ്ടഡ് ടു ക്രിയേറ്റ് എവറിത്തിങ് ന്യൂ. ന്യൂ സ്കൈ, ന്യൂ എർത്ത്. ഹി ഈസ് ഗോയിങ് ടു ചേഞ്ച് എവറിത്തിങ്. ബട്ട് ഇറ്റ് ഹാസ് ടു ഹാപ്പൻ ത്രൂ യു ആൻഡ് മീ. വി ആർ ദ ഫസ്റ്റ് ഫ്രൂട്ട്. നമ്മെ ആദ്യം മാറ്റിയെടുത്തിട്ട് വേണം അവനെ ഈ ലോകത്തെ മുഴുവനും മാറ്റിയെടുക്കുവാനായിട്ട്. എന്നിലൂടെയും നമ്മിൽ ഓരോരുത്തരിലൂടെയും വേണം നമ്മുടെ ദൈവത്തിന് മാറ്റിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ആദ്യഫലമാക്കി നിന്നെ പുതുക്കിയെടുക്കുന്നതാ ഈ ദൈവവചനം. ആദ്യഫലമാക്കി നമ്മെ പുതുക്കിയെടുക്കുന്നതാണ് ഈ ദൈവവചനം. സ്തോത്രം. ഈ ദൈവവചനം എന്ത് ചെയ്യുന്നു? അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. ഈ ദൈവവചനം അവരെ ഇത് പ്രസംഗിച്ചിട്ട് എന്താ ചെയ്തേ? അവർ ഒരുമയോടെ നിന്നു. ആരാ? 12 ഗോത്രങ്ങളിലായിട്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പെട്ടവരെ ഒന്നിച്ച് ചേർത്ത് പിടിക്കാൻ ഒരു ദൈവവചനമുണ്ടായിരുന്നു. അവരെ ഒന്നിച്ചൊരു സഭയായിട്ട് ചേർത്ത് പിടിക്കാൻ ദൈവവചനം മതിയായിരുന്നു. ഈ പ്രസംഗം മതിയായിരുന്നു. ഹല്ലേലൂയ. ഈ അനാഥരായവരെ, ഈ വിധവമായവരെ, അവരെല്ലാം ഒരുമിച്ച് ചേർത്ത് പിടിച്ച് ഒറ്റക്കണക്കിന് നിർത്തുവാനായിട്ടാ ഈ വചനത്തിന് കഴിഞ്ഞു. ഇറ്റ് യുണൈറ്റഡ് പീപ്പിൾ. അന്ന്
അന്ന് അവരെ ഒന്നിച്ച് നിർത്തിയെങ്കിൽ, ദൈവമക്കളെ, ഇന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടാ. എന്തിനാ പല സ്ഥലത്ത് പോയ സഭകളെ ഒന്നിച്ച് നിർത്തുന്ന കാര്യം വിട്. ഒരു സഭ തന്നെ ഒന്നിച്ച് നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ. എന്താണെന്നറിയാമോ? നമുക്ക് സൗകര്യങ്ങൾ കൂടി, നമുക്ക് പ്രയാസമില്ല, നമുക്ക് ട്രയൽസ് ഇല്ല, നമുക്ക് ബുദ്ധിമുട്ടില്ല, നല്ല ശമ്പളം, നല്ല കാശ്, നല്ല കുടുംബം, നല്ല പ്രശ്നമില്ല. അപ്പൊ ആകെ പ്രശ്നം സൃഷ്ടിക്കാൻ പറ്റുന്നത് ചർച്ചിലാ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇവരെല്ലാം ചേർത്ത് പിടിക്കുന്നതായിരുന്നു. കഷ്ടങ്ങളിലൂടെ പോകുന്നവരെ, പ്രയാസത്തിലൂടെ പോകുന്നവരെ, ഹല്ലേലൂയ, അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ഒരു മാർഗമല്ല ക്രിസ്തീയ മാർഗമെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒന്നിച്ച് ചേർക്കുന്നതാ. ദിസ് ഈസ് ദ പെർഫെക്റ്റ് ലോ ആൻഡ് ദിസ് ഈസ് ഫുൾഫിൽഡ്. ദിസ് ഈസ് ദ ലോ ഓഫ് ലിബർട്ടി. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്തുവിനെ പോലെ ആകാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? അതിന് അടുത്തൊരു സ്റ്റെപ്പ് വെക്കണമോ? യു ഹാവ് ദ ലിബർട്ടി. ഹല്ലേലൂയ. പണ്ട് അത് പറ്റത്തില്ല. ഒന്ന് ആലോചിക്കുക, പഴയ നിയമകാലത്ത് പുരോഹിതനല്ലാതെ ആർക്കും അങ്ങ് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല, ഒരു വാക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. യു ഹാവ് ദ ലോ ഓഫ് ലിബർട്ടി. യു ക്യാൻ ബി റിന്യൂഡ്. ഇതിലൂടെ നിങ്ങൾക്ക് പുതുസൃഷ്ടിയാകാം. മാത്രമല്ല, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ ലോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യൂസ് ഇറ്റ്, അപ്ലൈ. ആമേൻ. ലെറ്റ് us be renewed and let us be one. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ജനങ്ങൾ ആരായിത്തീർന്നു? ഈ ലോ കാരണം കൊണ്ട് the people became undefiled. അവർ കളങ്കമല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. അവർ ലോകത്തോടുള്ള കളങ്കം പറ്റാത്തവരായി തീർന്നു. അവർ മാറി വ്യത്യസ്തരായി തീർന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കുറേ ലോകത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ചിന്ത എല്ലാം കൂടെ അങ്ങ് മൊത്തത്തിലുള്ള അല്ല. ഇവിടെ സ്തോത്രം, ലോകവുമായിട്ട് അൺഡിഫൈൽഡ് ആയിട്ടുള്ള നമുക്ക് ബോധ്യമുണ്ടാകണം. ദ ഫസ്റ്റ് പ്രിഫറൻസ്. എന്നിട്ട് നമുക്ക് ഈ പ്രിഫറൻസ് വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി സാക്ഷിയാകാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോകം മുഴുവനും ഈ പ്രിഫറൻസ് വെച്ചുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത് അൺഡിഫൈൽഡ് ആൻഡ് പ്യുവർ. ഹല്ലേലൂയ. അൺസ്റ്റെയിൻഡ്, കളങ്കമില്ലാത്ത. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, കളങ്കമില്ലാത്ത ഭാര്യയെ എങ്ങനെ നിർത്തണം എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. കളങ്കമില്ലാതെ, കറയില്ലാതെ, ചുളക്കമില്ലാതെ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിളാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വിത്തൗട്ട് ഫേവറിറ്റിസം. ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ എല്ലാം വായിക്കാനും നമുക്ക് നേരം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രം. പിന്നെ ഹല്ലേലൂയ, റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, ഇതൊക്കെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒടുവ് പറഞ്ഞിരിക്കുന്നു ഈ ന്യായപ്രമാണം. ഏത് ന്യായപ്രമാണം? ഈ ലിബർട്ടി, ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണം, ഈ പെർഫെക്റ്റ് ലോ, അത് നമ്മൾ അംഗീകരിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഒരു വലിയ കാരണം എന്താണെന്നറിയാമോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം തന്നെ 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചോട്ടെ. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. സ്തോത്രം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദ ലോ ഓഫ് ലിബർട്ടി. ഞാൻ പറഞ്ഞല്ലോ, 14 വർഷം കൊണ്ട് തീയിലൂടെ കടന്നുപോയി ഉണ്ടായതാണ്. കാരണം ഇതിന് ശേഷമാണ് പിന്നെ തുടർന്നുള്ള വർഷങ്ങളിലാണ് പത്രോസ്, അല്ലെങ്കിൽ യോഹന്നാൻ, യാക്കോബ് ഒക്കെ, ലൂക്ക്, എല്ലാവരും ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി ചേർക്കപ്പെട്ട, സ്തോത്രം, ഈ ലോ ഓഫ് ലിബർട്ടി, സ്തോത്രം, ഈ ലോ വെച്ചിട്ടാണ് നമ്മെ ന്യായം വിധിക്കുന്നത്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഈ ലോ അങ്ങനെ കുരുത്ത് വന്നതാ. ഹല്ലേലൂയ. അത് പറ്റില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇതുണ്ടായത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുരുത്തതാ. നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ തെറ്റുകാരാകത്തേ ഉള്ളൂ. സ്തോത്രം. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വെച്ചാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ ന്യായപ്രമാണത്താൽ
വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി, ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്, ഹല്ലേലൂയ, ഈ ന്യായപ്രമാണത്താൽ ഞാൻ ഒരിക്കൽ വിധിക്കപ്പെടുവാൻ വഴിയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ഇതിൽ നിന്നാണ് മറ്റൊരു ലോ ദൈവം തന്നതാണ്. അതാണ് സ്തോത്രം നമ്മളുടെ കുറിവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദ റോയൽ ലോ. ഇതിൽ നിന്നും എടുത്ത് ഇതിനെ ഏറ്റവും കേന്ദ്രീകരിച്ച് ദൈവം തന്നതാ. സ്തോത്രം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ, നമ്മെ പുതുക്കി പണിയുന്ന, നമ്മെ ഹല്ലേലൂയ നമുക്ക് ക്രൗൺ തരുന്ന, നമ്മെ ദൈവത്തിൻ്റെ അപ്രൂവൽ നമുക്ക് തരുന്ന, ന്യായവിധിക്ക് നമ്മെ പ്രാപ്തരാക്കുന്ന, ഹല്ലേലൂയ അല്ലേ, ഈ ന്യായ പ്രമാണത്തിൽ നിന്ന്, ഈ പെർഫെക്റ്റ് ലോയിൽ നിന്ന്, ഈ ഹല്ലേലൂയ എന്താ പറഞ്ഞ ഹല്ലേലൂയ ഈ ലോ ഓഫ് ലിബർട്ടിയിൽ നിന്ന് ഉരുവാക്കിയെടുത്തതാണ്. നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഒന്നുകൂടെ വായിച്ചേ. ആദ്യത്തെ കുറിവാക്യം, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. ഈ രാജകീയ അതിനെല്ലാം കൂടെ ചേർത്ത് പിടിച്ച് ഒന്ന് പറയുകയാണ്, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുന്നു എങ്കിൽ നിനക്ക് നന്ന്. ഹല്ലേലൂയ. 12 ഗോത്രങ്ങളിലായി പലയിടങ്ങളായി സ്കാറ്റേഡ് ചെയ്യപ്പെട്ട, അനാഥരായിട്ട്, വിധവമാരായിട്ട്, കഷ്ടങ്ങൾ, ചിലരെ പേര് പറഞ്ഞെന്ന് മാത്രം, കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന, ഹല്ലേലൂയ, അവരെയെല്ലാം കണ്ട് ചേർത്ത് പിടിച്ച് നിന്നെ പോലെ നീ അവരെ സ്നേഹിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിനക്ക് നന്ന്, എനിക്കും നന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോ എവിടെന്നാ യാക്കോബിന് ഇത് കിട്ടിയത്? യേശു പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിന്റെ ഏതാണ് ഏറ്റവും വലിയ കൽപ്പന എന്ന് യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. രണ്ടാമത് നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. എന്നാൽ ഇത് അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ലേവ്യ പുസ്തകം, ഞാൻ അതിലില്ല, ടൈറ്റസ് ബ്രദർ ഹെൽപ്പ് ചെയ്യും. ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. അവിടെ നിന്നാണ് യാക്കോബ് പിന്നീട് യേശു പറഞ്ഞത് കേട്ടു കാണണം. കാരണം യേശുവിൻ്റെ മിനിസ്ട്രി സമയത്ത് കൂടെ പോയോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ നിന്നാണ് കിട്ടിയത്. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ. കൂട്ടുകാരൻ ചെയ്ത പാപമാണ്, നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം. എന്ന് വെച്ചാൽ താല്പര്യം സ്കോൾഡ് ചെയ്യാനല്ല, താല്പര്യമായിട്ട്. അവൻ കുറവുണ്ടെങ്കിൽ പോലും നീ താല്പര്യത്തോടെ അത് ചെയ്യണം, അവനെ സ്നേഹിക്കണമെന്ന്. കാരണം അയ്യോ എനിക്കൊരു വീഴ്ച വന്നല്ലോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് കരുതി പ്രയാസത്തോടെ ആയിരിക്കണം നീ അവനെ കറക്റ്റ് ചെയ്യേണ്ടത്. താല്പര്യമായി ശാസിക്കണം, പ്രതികാരം ചെയ്യരുത്. സ്തോത്രം. സഹോദരനെ നിന്റെ ഹൃദയത്തിൽ ദ്വേഷിക്കരുത്, കൂട്ടുകാരൻ്റെ പാപം നിന്റെ മേൽ വരാതിരിപ്പാൻ അവനെ താല്പര്യമായി ശാസിക്കണം, പ്രതികാരം ചെയ്യരുത്. 18 നിന്റെ ജനത്തിൻ്റെ മക്കളോട് പകവയ്ക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാകുന്നു. ഇത് പറയുന്നത് ദൈവമാണ്, ഞാൻ യഹോവയാകുന്നു. സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വളരെയധികം താല്പര്യത്തോടെ ഈ റോയൽ ലോ, ഈ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ളത് എന്തുകൊണ്ടാണ് റോയൽ ലോ? ഇറ്റ് ഈസ് ബീൻ കമാൻഡഡ് ബൈ ദ കിങ്. മാത്രവുമല്ല, ഇതാണ് ഹല്ലേലൂയ, ഇറ്റ് റിഫ്ലെക്ട്സ് ദ കിങ്ഡം എത്തിക്സ്. ദൈവരാജ്യത്തിൻ്റെ മൊത്തം ഹല്ലേലൂയ ദൈവരാജ്യത്തിൻ്റെ പ്രാക്ടീസിനെ വെളിപ്പെടുത്തുന്നതാണ് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഇറ്റ് ബിക്കെയിം എ റോയൽ ലോ. ഞാനും നിങ്ങളും സ്തോത്രം അത് ഹല്ലേലൂയ അപ്ലൈ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. ചെയ്താൽ നന്ന്. കർത്താവ് നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം.